ദൈവനാമത്തിന് മഹത്വം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. വേദപുസ്തകത്തിൽ അറിയപ്പെടുന്ന ഒരു രാജാവാണ് ശലോമോൻ. ശലോമോൻ തന്റെ ദൈവത്തെ ആരാധിക്കുവാൻ മനോഹരമായ ഒരു ആലയം പണി കഴിപ്പിക്കുന്നു. ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ഗായക സംഘം ആവശ്യമാണ്. അതിനായി തിരഞ്ഞെടുക്കപ്പെടുന്നതോ ആസാബും അദ്ദേഹത്തിന്റെ ഗായക സംഘവും. ആസാബിനെ കുറിച്ച് പറഞ്ഞാൽ, ആസാവ് ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ സ്വർഗം സന്തോഷിച്ച് സ്വർഗത്തിൽ നിന്ന് മേഘങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നൊരു പ്രതീതി ഉണ്ടാകുമെന്ന് വേദപുസ്തകത്തിൽ പലയിടത്തും തെളിവുകൾ ഉണ്ട്. അത്രയധികം ദൈവത്തെ പാടി ആരാധിക്കുവാൻ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു ആസാവ്. ആസാവിന്റെ ജീവിതത്തിൽ വളരെ അധികമായ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ആസാബിന്റെ പിന്നെയുള്ള ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ആസാബിന്റെ ജീവിതത്തിൽ എവിടെയോ കഷ്ടതയും നഷ്ടങ്ങളും ഉണ്ടാകുന്നൊരു അനുഭവം. ആസാബിന്റെ ഉള്ളിൽ അസൂയ എന്നൊരു മനോഭാവം ഉടലെടുക്കുന്നു. ആസാബ് ചില ഭാഗങ്ങളിൽ ഇപ്രകാരം പറയുന്നു: മറ്റുള്ളവരെ നോക്കൂ, അവർ മോഷ്ടിക്കുന്നു, അവർ കള്ളം ചെയ്യുന്നു, അവർ തടിച്ചു കൊഴുത്തിരിക്കുന്നു, അവരെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകുന്നു എന്നിങ്ങനെ പറഞ്ഞ് ദൈവത്തോട് പെറുപിറുക്കുന്ന ഒരു അനുഭവം ആസാബിന്റെ ജീവിതത്തിൽ കാണാം. ഞാൻ പറഞ്ഞതിന്റെ ആശയം, നമ്മുടെ ജീവിതത്തിലും നല്ല സന്തോഷത്തോടും സമാധാനത്തോടും സമൃദ്ധിയോടും നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ നാം ചിലപ്പോൾ ദൈവത്തോട് പെറുപിറുക്കാം. എന്നാൽ ആസാബിന്റെ ജീവിത ശൈലിയിൽ ആസാബ് പെറുപിറുത്തെങ്കിലും പിന്നീട് നമ്മൾ രണ്ടാം ഘട്ടം ആസാബിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആസാബ് പശ്ചാത്താപമുള്ളവനായി തൻ്റെ തെറ്റുകളെ തിരിച്ചറിയുന്ന ഒരു ആസാബിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും ചില തെറ്റുകൾ കൊണ്ടായിരിക്കാം നമ്മുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോയതെന്ന് നാം മനസ്സിലാക്കിയാൽ ദൈവത്തോട് നാം ആ കാര്യങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ താഴ്ന്നു കൊടുക്കുകയും ചെയ്താൽ ദൈവം നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും. നിശ്ചയം.